ഹായ്, ഐ ജോബിൻ ഡി വിൽസൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ കാര്യമാണ്. പക്ഷേ പലർക്കും അത് കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ്. വേറൊന്നുമല്ല, നമ്മൾ വളരെ ക്വിക്കായിട്ട് ഈ വീഡിയോ ചെയ്തു പോവുകയാണ്. നമ്മൾ ആദ്യം തന്നെ ഗൂഗിൾ ക്രോം എടുക്കുന്നു. ഇതെങ്ങനെ നമ്മൾ ഫോട്ടോഷോപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യും, അല്ലെങ്കിൽ ഇലിസ്ട്രേറ്റർ ഒക്കെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യും എന്നുള്ളത് പലർക്കും കൺഫ്യൂഷനാണ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇന്നത്തെ ഞാൻ എന്തിനാണ് ഈ വിൻറാർ എടുത്ത് വെച്ചേക്കുന്നതെന്ന് പലരും ചിന്തിക്കും. അപ്പോൾ നമ്മളിതൊരു റാർ ഫയലായിട്ടും, ഒരു സിപ്പ് ഫയൽ, അതിനകത്ത് റാർ ഫയലായിട്ടായിരിക്കും മിക്കവാറും ഒരു ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ ഇലിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഇതിന്റെ ഫയലുകളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നു. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് വിൻറാർ കൊടുക്കുന്നു. നമ്മൾ ഡൗൺലോഡ് വിൻറാറിനകത്ത് ബൈ വിൻറാർ ഉണ്ട്, അല്ലെങ്കിൽ ഡൗൺലോഡ് വിൻറാർ ഉണ്ട്. 64 ബിറ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് 64 ബിറ്റ് ആണ് ആവശ്യം. അപ്പം 64 ബിറ്റിന്റെ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ സിസ്റ്റത്തിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഈ ഒരു വിൻറാർ നമ്മുടെ സിസ്റ്റത്തിനകത്തോട്ട് ആക്കുക. വിൻറാർ ജസ്റ്റ് ഒരു സിമ്പിൾ പ്രോസസ്സാണ്. അത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സിസ്റ്റത്തിലോട്ട് അത് വർക്ക് ആവാൻ തുടങ്ങും. അതിനുശേഷം നമ്മൾ ഗൂഗിളിലോട്ട് വീണ്ടും വന്നതിന് ശേഷം ഈ അഡോബിൻ്റെ, പ്രത്യേകിച്ച് ഈ അഡോബിൻ്റെ ഗെറ്റിൻ്റെ പി സിയിലാണ് നമുക്ക് അഡോബിൻ്റെ ഒക്കെ കൂടുതൽ സോഫ്റ്റ്വെയർസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ ഗെറ്റിൻ്റെ പി സിയിൽ നമ്മൾ വന്ന് അതിനകത്ത് അഡോബ് ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സെർച്ച് ചെയ്ത് ഗോ കൊടുക്കുക. അപ്പം ഫോട്ടോഷോപ്പ്, അഡോബ് ഫോട്ടോഷോപ്പ് 2023 അവൈലബിൾ ആണ്. അതാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു വെർഷൻ. താഴോട്ട് പഴയ വെർഷൻസും ഇതിൻ്റെ എലമെന്റ്സ്, പിന്നെ ഫിൽറ്റേഴ്സ്, പ്ലഗിൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. നമുക്കിപ്പം ഈ ഒരു ഫോട്ടോഷോപ്പിന് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യാൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ താഴോട്ട് വന്നതിന് ശേഷം ഇതിനകത്ത് ഡൗൺലോഡ്സിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനകത്ത് 64 ബിറ്റ് സിമ്പിൾ സംഭവമാണിത്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും ഒരു സിപ്പ് ഫയലായിട്ട് ഇത് കിടക്കും. പാസ്വേഡ് താഴെ കിടപ്പുണ്ട്, അല്ലെങ്കിൽ ആ ഫയലിനകത്ത് പാസ്വേഡ് കാണും. അതിന് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് എക്സ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് വീണ്ടും ഒരു ഫയൽ കാണും. ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു സിപ്പ് ഫയൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനകത്ത് ഒരു സിപ്പ് ഫയലായിട്ടായിരിക്കും ഈ ഒരു 3.2 GB ഉള്ള ഒരു ഫയല് സിപ്പ് ഫയലായിട്ടായിരിക്കും നിങ്ങളുടെ സിസ്റ്റത്തിനകത്തോട്ട് വരുന്നത്. ആ സിസ്റ്റത്തിനകത്തോട്ട് വരുന്ന ആ സിപ്പ് ഫയലിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുക. ഒന്നുകിൽ വിൻറാറിനകത്തോട്ട് ആ ഒരു ആപ്ലിക്കേഷനിൽ ചെന്നതിന് ശേഷം എക്സ്ട്രാക്ട് ചെയ്യുക. എവിടെയാണ് കിടക്കുന്നത് അത് കാണിച്ചു കൊടുത്ത് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്യുക. നമ്മളതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്യുക. വിൻറാറിൻ്റെ സപ്പോർട്ടോടുകൂടെ നമ്മളത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. ഇത് പറയുന്നതിൻ്റെ അത്രയും ബുദ്ധിമുട്ട് പോലും ഇല്ലെന്ന് തോന്നുന്നു അത് ചെയ്യുന്നത്. എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. സെറ്റപ്പ് എന്ന് പറഞ്ഞ് EXEO അങ്ങനെ. അപ്പം നമ്മൾ സെറ്റപ്പ് കൊടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് ബാക്കിയുള്ളതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മൾ ആൻഡ്രോയിഡ് ഫോണൊക്കെ യൂസ് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ ഉള്ളൂ. നമ്മൾ അതിനകത്ത് കാണുമ്പോൾ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പം ചുമ്മാ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നില്ല. സംഭവം ഇത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.